നമസ്കാരം. ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് പണത്തിൻ്റെ അധിപത എന്നറിയപ്പെടുന്ന ഒരു ഏഞ്ചലിനെ കുറിച്ചാണ്. നമ്മുടെ നേരത്തെ തന്നെ ഒരു വീഡിയോയിലൂടെ നിക്കിത ദേവതയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ പലരും നിത്തിക ദേവതയെക്കുറിച്ച് പറയുവാനായി ആവശ്യപ്പെട്ടിരുന്നു. അതുപ്രകാരം ഇന്ന് ഞാൻ നിത്തിക ദേവതയുടെ പേര് വിളിച്ച് നമ്മൾ എങ്ങനെയാണ് നമുക്ക് ആവശ്യമായ തുക നേടിയെടുക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുവാനായിട്ട് പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുവാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം ആരാണ് നിത്തിക ദേവത എന്ന് കാണാം. ശരിയായ രീതിയിൽ പറയുകയാണെങ്കിൽ നിത്തിക എന്നുള്ളത് ഒരു ദേവതയല്ല, മറിച്ച് ഒരു ഗുഡ് സ്പിരിറ്റാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു പുണ്യ ആത്മാവിനെയാണ് നിത്തിക സ്പിരിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും നിത്തിക ദേവത എന്ന് പറയുന്നുണ്ട്. എങ്കിലും നമ്മൾ ഏത് രീതിയിലാണോ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. നിത്തിക ദേവത എന്നത് പണത്തിൻ്റെ അധിപത എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് ആവശ്യമായ തുക, അത് എത്ര രൂപ ആണെങ്കിലും ആ തുക ദേവത അല്ലെങ്കിൽ ആ സ്പിരിറ്റ് നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കുന്നതായിരിക്കും. അതിന് പല വഴികളിലൂടെ നമുക്ക് നിത്തിക ദേവതയുടെ സഹായം ആവശ്യപ്പെടാവുന്നതാണ്. തൊഴിലിൽ തടസ്സം ഏർപ്പെട്ട് കിടക്കുന്നവർക്ക് തൊഴിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായും, പണതടസ്സം അനുഭവിക്കുന്നവർക്ക് ആ തടസ്സങ്ങൾ മാറ്റിയെടുക്കുവാനായും, കടം പ്രശ്നങ്ങളിൽ മുങ്ങി വലയുന്നവർക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനായും, നമ്മൾ കൊടുത്ത പണം തിരികെ ലഭിക്കാതെ വിഷമിക്കുന്നവർക്ക് അവർ ആവശ്യപ്പെട്ട തുക ആവശ്യപ്പെട്ട നേരത്ത് എത്തിച്ചു തരുവാനും സാധിക്കുന്ന ഒരു ദേവതയാണ് നിത്തിക ദേവത. പൂർണ്ണമായും സമ്പത്തിൻ്റെ ദേവത എന്നാണ് നിത്തിക ദേവതയെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ നിറവേറി കിട്ടുവാൻ മാത്രം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി മാത്രം നമ്മൾ നിത്തിക ദേവതയെ ആശ്രയിക്കാവുന്നതാണ്. ഇനി പെട്ടെന്നുള്ള ഒരു പണ ആവശ്യത്തിന് വേണ്ടി മാത്രമാണോ നിത്തിക ദേവതയെ നമ്മൾ ആശ്രയിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല. നമ്മൾ നിത്തിക ദേവതയെ നമുക്ക് ഒരു മാസത്തിൽ ഇത്ര രൂപ ശമ്പളമാണ് വേണ്ടത്. ഒരു തൊഴിൽ നടത്തുന്നവരാണെങ്കിൽ അവർക്കറിയാം ഒരു മാസത്തിൽ എത്ര രൂപ വരവുണ്ട്, എത്ര ചിലവുണ്ട് എന്നെല്ലാം. ചിലവിനേക്കാൾ കൂടുതൽ വരവുണ്ടെങ്കിൽ മാത്രമേ ആ തൊഴിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര തുകയാണോ ഒരു മാസത്തിൽ ആവശ്യം, ആ തുക നിങ്ങൾക്ക് നിത്തിക ദേവതയോട് ആവശ്യപ്പെടാവുന്നതാണ്. ഇനി അതല്ല, എനിക്ക് എന്നും പണം വന്നുകൊണ്ടിരിക്കണം, എൻ്റെ കയ്യിൽ എന്നും പണം ഉണ്ടായിക്കൊണ്ടിരിക്കണം, എൻ്റെ പണ ആവശ്യങ്ങൾ പൂർത്തീകരിക്കണം, എൻ്റെ കയ്യിൽ എപ്പോഴും പണം എന്നുള്ളത് മറിഞ്ഞുകൊണ്ടിരിക്കണം എന്നെല്ലാം ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുമുണ്ട്. അങ്ങനെയുള്ളവർക്കും നിത്തിക ദേവതയുടെ സഹായം തേടാവുന്നതാണ്. ഇതെല്ലാം തന്നെ നമുക്ക് ലോങ് ടൈമിലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് പെട്ടെന്നൊരു പണ ആവശ്യം, അതായത് നിങ്ങൾക്ക് ഇന്ന് ചിട്ടിക്ക് കൊടുക്കാനുള്ള പണം, അല്ലെങ്കിൽ വാടക കൊടുക്കുവാനുള്ള പണം, അല്ലെങ്കിൽ നമുക്ക് മക്കളുടെ ഫീസ് കെട്ടുവാനുള്ള പണം, അതുമല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും കാര്യത്തിനായിട്ട് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക്, ഹോസ്പിറ്റൽ ചെലവിന് എന്നിങ്ങനെ അനേകായിരം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പണം ആവശ്യമാണ്. ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് പണം വേണ്ടുന്ന സാഹചര്യത്തിലും നിങ്ങൾക്ക് പണം തന്ന് സഹായിക്കുന്ന ഒരു ദേവതയാണ് നിത്തിക ദേവത. എങ്ങനെയാണ് ഈ നിത്തിക ദേവതയെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യമായ തുക നേടിയെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സ്പിരിറ്റാണ് എന്നുള്ളത്. അത് കാരണം തന്നെ രാത്രിയിൽ നമ്മൾ നിത്തിക ദേവതയെ പ്രാർത്ഥിക്കാൻ പാടില്ല. മറിച്ച് രാവിലെ 4 മണി മുതൽക്ക് രാത്രിയിൽ 9 മണി വരെയുള്ള സമയത്ത്, ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായ തുക, ഞാൻ ഇവിടെ ഒരു സിമ്പൽ കൊടുക്കാം, ആ സിമ്പലിൽ നോക്കി നിങ്ങൾ നിത്തിക ദേവതയോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ആ ദേവത നിങ്ങൾക്ക് ആവശ്യമായ തുക ഏതു വിധേനയും നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. ഇനി നമുക്ക് ഇന്നൊരു 10,000 രൂപയാണ് ആവശ്യം, അല്ലെങ്കിൽ ഒരു 5,000 രൂപയാണ് ആവശ്യം എന്നിരിക്കട്ടെ. നിങ്ങൾക്ക് 10,000 രൂപയിൽ കൂടുതൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിലും അത് ഏത് വിധേനയും നിങ്ങളുടെ ആവശ്യമായ തുകകൾ മാത്രമേ നിങ്ങളെ തേടി വരികയുള്ളൂ. 10,000 രൂപ തന്നെയായിരിക്കും ഒരു പക്ഷേ നിങ്ങളെ തേടി വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ തുടർച്ചയായിട്ട് ചൊല്ലുകയാണ്, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഈ ഒരു സിമ്പൽ നോക്കി പ്രാർത്ഥിക്കുകയാണ് എന്നിരിക്കെ നിങ്ങൾ ആവശ്യപ്പെട്ടതിലേറെ തുക നിങ്ങളെ തേടി എത്തുവാൻ സഹായിക്കുന്ന ഒരാളാണ് നിത്തിക ദേവത.
ഇതെല്ലാം തന്നെ നമ്മുടെ വിശ്വാസപ്രകാരമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അതിനാൽ തന്നെ ചിലർക്ക് ഇതുപോലുള്ള കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടാകില്ല. ചിലർക്കാകട്ടെ ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ഇതുപോലുള്ള കാര്യങ്ങൾ എന്നിവയിലെല്ലാം വളരെയധികം വിശ്വാസമുണ്ടാകും. താല്പര്യമില്ലാത്തവർ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഇവിടെ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. മറിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ നിക്കിത ദേവതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ആവശ്യമായ തുക നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സുകളിലൂടെ തന്നെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതുപോലുള്ള ഒരു ദേവതയാണ് ഇത്. അപ്പോൾ തന്നെ പലരും ചോദിച്ച ഒന്നാണ്, നിത്തിക ദേവതയല്ലേ, അല്ലാതെ നിക്കിത ദേവതയല്ലല്ലോ എന്ന്. നിത്തിക ദേവതയെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയാമെന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നു. അതുകാരണമാണ് ഞാൻ ഇപ്പോൾ അവരെക്കുറിച്ചൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ സമയം എന്ന് പറയുന്നത് രാവിലെ 4 മണി മുതൽക്ക് രാത്രി 9 മണി വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും ശാന്തമായ മനസ്സോടുകൂടി നിങ്ങൾ സ്വസ്ഥമായി ഇരിക്കുവാൻ സാധിക്കുന്ന ഒരു സ്ഥലത്തിരിക്കുക. പൂർണ്ണമായും ഇതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് നോൺ വെജ് കഴിച്ചിട്ടുണ്ട്, പുലവാലായ്മയുണ്ട്, പീരിയഡ്സ് ടൈമാണ് എന്നൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ആദ്യം നിങ്ങൾക്ക് ആവശ്യമായ തുക എത്രയാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയാണോ ഈ ഒരു മാസം ആവശ്യം എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ഫിക്സ് ചെയ്തു വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കാവുന്നതാണ്. ഇനി താഴെ ഇരുന്നു കൊണ്ട് ഞാൻ ഇവിടെ ഈ ചിഹ്നം കൊടുക്കുന്നുണ്ട്. ഈ ചിഹ്നത്തിൽ വളരെ സൂക്ഷിച്ച് നോക്കുക. ഈ ചിഹ്നം എങ്ങനെയാണ് നോക്കേണ്ടത് എന്ന് ഞാൻ പറയാം. ഈ ചിഹ്നം ഒരു മന്ത്രശക്തിയാൽ രൂപപ്പെട്ടതാണ് എന്നും അതുപോലെ തന്നെ ഇത് ജീവിതത്തിൽ നമ്മുടെ ഏത് ആഗ്രഹത്തെയും നിറവേറ്റി തരുവാനുള്ള ഒരു മാന്ത്രികത ചിഹ്നമാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ആഡംബരത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയായ നിത്തിക ദേവതയുടെ ചിഹ്നമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് എന്നാൽ, നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങൾക്ക് കിട്ടിയതായി ആദ്യം നിങ്ങൾ സങ്കല്പിക്കുക. പിന്നീട് മുകളിൽ ആ വട്ടത്തിന് മുകളിൽ 4 വശങ്ങളിലും നിങ്ങൾ ഓരോ പേര് എഴുതിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതിൽ ആദ്യം മുകളിലെ ആ പേരിൽ നിങ്ങൾ ഒരു 2 സെക്കൻഡുകളോളം നോക്കേണ്ടതാണ്. ഇനി പതുക്കെ നിങ്ങൾ അവിടെ നിന്നും നിങ്ങളുടെ കണ്ണുകൾ ഇടതുവശത്തേക്ക് മാറ്റുക. വീണ്ടും നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ വലതുവശത്തേക്ക് മാറ്റി വീണ്ടും കണ്ണുകൾ താഴെ ആ എഴുതിയിരിക്കുന്നതിലേക്ക് നോക്കുക. ഇനി പിന്നീട് നിങ്ങൾ ആ വട്ടത്തിലേക്ക് ആൻറ്റി ക്ലോക്ക് വൈസിൽ നിങ്ങളുടെ കണ്ണുകൾ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ വട്ടത്തിന് ഉള്ളിലുള്ള ആ ഒരു ആരോ പോലുണ്ട്, അതിൽ നോക്കി നിങ്ങൾക്ക് ആവശ്യമായ തുക എനിക്ക് എത്തിച്ചു തന്നതിന് നന്ദി നിത്തിക ദേവതയെ എന്ന് പറയുക. ഇങ്ങനെ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ മനസ്സിലെ ആ ആഗ്രഹം എത്ര നേരം നിങ്ങൾക്ക് കോൺസെൻട്രേഷനോട് കൂടി ഈ ഒരു സിമ്പലിൽ നോക്കിയെടുക്കുവാൻ സാധിക്കുന്നുവോ അത്രയും നേരം നിങ്ങൾ ഈ സിമ്പലിൽ നോക്കുക. ഇങ്ങനെ നോക്കി നിങ്ങൾ എപ്പോഴും ഈ വട്ടം ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നോക്കേണ്ടത്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയൊന്നും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നിരിക്കെ നിങ്ങൾ ഈ സിമ്പൽ എടുത്തു വെച്ച് ഇതൊരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് ഔട്ടോ എടുത്തു വെച്ച് ഇതിൽ നോക്കി നിങ്ങൾ നിത്തിക ദേവതയോട് നിങ്ങൾക്ക് ആവശ്യമായ തുക എത്രയാണ് എന്ന് പറഞ്ഞാലും മതിയാകുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ശരിയായ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇത് നോക്കുക. ഇത് നോക്കി നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങൾ നിത്തിക ദേവതയോട് പ്രാർത്ഥിക്കുക. എനിക്ക് ആവശ്യമായ 2 ലക്ഷം രൂപ ഇപ്പോൾ തന്നനുഗ്രഹിച്ചതിന് നന്ദി നിത്തിക ദേവതയെ. എനിക്ക് ആവശ്യമായ 2 ലക്ഷം രൂപ തന്ന് അനുഗ്രഹിച്ചതിന് നന്ദി നിത്തിക ദേവതയെ എന്ന് നിങ്ങളിങ്ങനെ എത്ര തവണ നിങ്ങളുടെ ശ്രദ്ധ മാറാതെ നിങ്ങൾക്ക് ചൊല്ലുവാൻ സാധിക്കുമോ അത്രയും തവണ നിങ്ങൾക്ക് ചൊല്ലുക. ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തന്ന നിത്തിക ദേവതയെ സമാധാനത്തോടെ പോയി വരിക. എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തന്ന നിത്തിക ദേവതയെ സമാധാനത്തോടെ പോയി വരിക. എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തന്ന നിത്തിക ദേവതയെ സമാധാനത്തോടെ പോയി വരിക എന്ന് നിങ്ങൾ 7 തവണ ചൊല്ലേണ്ടതാണ്. അതായത് നിങ്ങളുടെ ആഗ്രഹം അത് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാം. പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ വാക്ക് നിങ്ങൾ 7 തവണ ചൊല്ലുക. കാരണം ഞാൻ ഇപ്പോഴും വീണ്ടും പറയുകയാണ്, ഇതൊരു ഗുഡ് സ്പിരിറ്റാണ്. ആ സ്പിരിറ്റിനോടാണ് നമുക്ക് ആവശ്യമായ തുകകൾ ചോദിക്കുന്നത്. ഇത്
നിങ്ങൾ ഒരുപാട് വീഡിയോകളിലൂടെ കാണുവാൻ സാധിക്കും. ഒരുപാട് പേർക്ക് ഫലം കൊടുത്ത ഒന്നാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചും എല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലാണ് താല്പര്യമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. എങ്കിലും ഒരുപാട് പേർക്ക് നിത്തികാ ദേവതയിൽ വിശ്വാസമുണ്ട്. കാരണം ചോദിക്കുന്ന തുകകൾ നിത്തികാ ദേവത കൊടുത്ത് സഹായിക്കുന്നുണ്ട് എന്ന കാരണത്താലാണ്. മാത്രമല്ല ഒരുപാട് പേർ നമ്മുടെ കമൻറ്റ് ബോക്സുകളിലൂടെ നിത്തികാ ദേവതയെക്കുറിച്ച് ഒന്ന് പറയുമോ എന്ന് ചോദിക്കുന്നത് കാരണവുമാണ് ഞാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്രയും വിശദീകരിക്കുന്നത്. അത് കാരണം നിങ്ങൾ രാത്രി 9 മണിക്കുള്ളിൽ തന്നെ ഈ ഒരു കാര്യം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് ഒരു 5 മിനിറ്റോളം കണ്ണുകളടച്ച് നിങ്ങളുടെ മനസ്സ് ശാന്തമായി വയ്ക്കുക. നിത്തികാ ദേവതയെ നമ്മൾ സമാധാനത്തോടെ തിരികെ അയച്ചതിനു ശേഷം മനസ്സ് ശാന്തമായി വെച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഒരു ദിവസം ചെയ്യുമ്പോഴേക്കും ചിലർക്ക് ഫലം കിട്ടും, ചിലർക്ക് തുടർച്ചയായി ചെയ്യുമ്പോഴായിരിക്കും ഫലം കിട്ടുന്നത്. ഇനി ഞങ്ങൾക്ക് ഇതൊന്നും നോക്കിയെടുക്കുവാൻ സമയമില്ല, ഞങ്ങൾ വെറുതെ ഇരുന്നു കൊണ്ട് മനസ്സിൽ നിത്തികാ ദേവതയെ വിളിച്ച് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിലും ധാരാളം നമുക്കത് ചെയ്യാവുന്നതാണ്. പക്ഷേ നിത്തികാ ദേവതയ്ക്ക് അനുയോജ്യമായ ഈ സിമ്പൽ നോക്കി നമ്മൾ ഈ രീതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട തുക നമ്മൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുമെന്നാണ് പറയുന്നത്. അതുകാരണമാണ് ഞാൻ ഈ സിമ്പൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്തു വയ്ക്കാവുന്നതാണ്. ഇനി അതല്ല, നമ്മൾ വെറുതെ എങ്ങനെയാണ് വിളിക്കേണ്ടത്? നിത്തികാ ദേവതയെ എനിക്ക് 10,000 രൂപ തന്നനുഗ്രഹിച്ചതിന് നന്ദി. നിത്തികാ ദേവതയെ എനിക്ക് 10,000 രൂപ തന്നനുഗ്രഹിച്ചതിന് നന്ദി. അല്ലെങ്കിൽ നിത്തികാ ദേവതയെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്ര രൂപ കൊണ്ടെത്തിച്ചതിന് നന്ദി എന്ന് നമ്മൾ ഇങ്ങനെ തുടർച്ചയായി നന്ദി രേഖപ്പെടുത്തേണ്ടതാണ്. നിങ്ങൾ എത്ര പ്രാവശ്യം വിളിക്കുകയാണെങ്കിലും അത്രയും പ്രാവശ്യം നിങ്ങളുടെ മനസ്സിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ ചിന്ത ഉണ്ടാകുവാൻ പാടുള്ളൂ. വേറെ ഏതു തരത്തിലുള്ള ചിന്തയും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകരുത്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഇത് ദിവസവും നിങ്ങൾ ചെയ്യുക. തീർച്ചയായും നിത്തികാ ദേവത നമുക്ക് ആവശ്യമായ തുക നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. കഴിവതും വേറെ ഏതെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ പ്രയോഗിക്കുകയാണ് അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിരിക്കെ നിങ്ങൾ ഇത് ഉപയോഗിക്കേണ്ട. നിങ്ങൾ നിത്തികാ ദേവതയ്ക്ക് വേണ്ടി മാത്രം ആ കുറച്ച് ദിവസങ്ങൾ, നിങ്ങൾ എത്ര ദിവസമാണോ നിത്തികാ ദേവതയെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി മാറ്റിവെക്കുവാനായിട്ട് ശ്രമിക്കുന്നത് അത്രയും ദിവസം നിങ്ങൾ വേറെ ഏതൊരു മെത്തേഡും പ്രയോഗിക്കാതിരിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. ഇനി ചിലർക്ക് സംശയമുണ്ടാകും, നിത്തികാ ദേവത എന്ന് പറയുമ്പോൾ സ്പെല്ലിംഗ് ഒന്ന് എഴുതി കാണിക്കൂ മാഡം എന്ന് ചോദിക്കും. ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുക്കാം. NITIKA ഇതാണ് നിത്തികാ ദേവതയുടെ കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ്. അപ്പോൾ നിങ്ങൾ ഈ ദേവതയെയാണ് വിളിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനായിട്ട് നമ്മൾ നിത്തികാ ദേവതയോട് പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഉടനടി തന്നെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, താന്ത്രികങ്ങൾ, വഴിപാടുകൾ, പൂജ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.